പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും ഇന്നത്തെ വിശുദ്ധനെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 30 മുതൽ 35 വരെ വാക്യങ്ങൾ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ആൻസലേം. വിശുദ്ധ ആൻസലേം 1033 ഇറ്റലിയിലെ ആസ്ത എന്ന സ്ഥലത്ത് ജനിച്ചു. ബാല്യത്തിൽ തന്നെ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ യുവാവായിരിക്കുമ്പോൾ കുടുംബത്തിൽ ഉണ്ടായ സംഘർഷങ്ങൾ കാരണം വീട്ടിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഫ്രാൻസിലെ ബെക് അബേ എന്ന ആശ്രമത്തിൽ ചേർന്ന സന്യാസ ജീവിതം ആരംഭിച്ചു. അവിടെ അദ്ദേഹം ഗുരുവായ ലാൻഫ്രാങ്കിൻ്റെ കീഴിൽ പഠിച്ച് വളരെ വേഗം തന്നെ ദൈവശാസ്ത്രത്തിൽ മികവ് തെളിയിച്ചു. പിന്നീട് അദ്ദേഹം അതേ ആശ്രമത്തിൽ അബ്ബായും ആയി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ആത്മീയതയും കാരണം ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ആർച്ച് ബിഷപ്പായിരുന്ന കാലത്ത് രാജാവിനോടും അധികാരികളോടും സഭയുടെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. ഈ നിലപാടിൻ്റെ ഫലമായി 2 തവണ അദ്ദേഹം നാടുകടത്തപ്പെടുകയും ചെയ്തു. എങ്കിലും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന അദ്ദേഹം പിന്നീട് തിരികെ വന്ന് തൻ്റെ സേവനം തുടരുകയും ചെയ്തു. വിശുദ്ധ ആൻസലേം വിശ്വാസം അറിവിനെ അന്വേഷിക്കുന്നു എന്ന ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പ്രൊസ്ലോജിയൻ, മോണോളോജിയൻ എന്നിവ ഉൾപ്പെടുന്നു. അദ്ദേഹം അവതരിപ്പിച്ച ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന തത്വചിന്ത വളരെ പ്രശസ്തമാണ്. ദൈവം എല്ലാത്തിനും ഏറ്റവും മഹത്തായ സത്ത ആണെന്നും അതുകൊണ്ട് ദൈവം യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ ചിന്ത പാശ്ചാത്യ തത്വചിന്തയിൽ വലിയ സ്വാധീനം ചെലുത്തി. വിശുദ്ധ ആൻസലേം ഒരു വലിയ പണ്ഡിതൻ മാത്രമല്ല, ആഴമുള്ള പ്രാർത്ഥനാ ജീവിതം നയിച്ച വിശുദ്ധനായിരുന്നു. ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിനയവും അദ്ദേഹത്തിൻ്റെ രചനകളിൽ വ്യക്തമാണ്. അദ്ദേഹം വിശ്വാസം ബുദ്ധിയോട് വിരുദ്ധമല്ല, മറിച്ച് വിശ്വാസം ബുദ്ധിയെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് പഠിപ്പിച്ചു. വിശ്വാസവും അറിവും ഒരുമിച്ച് വളരേണ്ടതാണ്. സത്യം കണ്ടെത്താൻ ധൈര്യത്തോടെ നിൽക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തെ ശക്തമാക്കുന്നു. തുടങ്ങിയ മഹത്തായ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. 1109 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് അദ്ദേഹം ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ ആൻസലേമിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം ഒരു യാത്രയാണ്, അറിവിലേക്ക് നയിക്കുന്ന ഒരു യാത്ര. വിശുദ്ധ ആൻസലേമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.